അങ്ങനെ ഒരു കാലം. നിനക്ക് കിട്ടുന്ന സോങ് ആയിരുന്നു. നല്ല സോങ് ആയിരുന്നു, വിധിച്ചിട്ടില്ല. പിന്നെ ഞങ്ങള് മതി നിർത്ത്. ഇതിപ്പോ നമ്മള് മാത്രം അറിഞ്ഞാ പോരല്ലോ. അജി, ഇവളെ വീട്ടുകാരെ കൂടെ വിളിക്ക്. കാര്യം അംബികെ, അംബികെ ഒന്നിട്ട് വന്ന്. അമ്പിളിയുടെ നാത്തൂനോ? ഹലോ ഹലോ, നിങ്ങളുടെ മോൾ ഇവിടെ വെള്ളം ഒടിച്ചിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാളും പെട്ടെന്ന് വരണം. എന്താ? അല്ല, വെള്ളം ഒടിച്ച പ്രശ്നം. അതെ, ഒന്ന് നിർത്തി പറയൂ. നിങ്ങളുടെ മകള് മദ്യപിച്ച് ഇവിടെ ലേശം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി വന്നിട്ട് പറയാം. അമ്പിളിയുടെ കാര്യം അവരെന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? ഞാൻ അവരടിച്ചിരിക്കണോ? അതെ, ഇവിടെ നടന്ന കാര്യം ആരെങ്കിലും പുറത്തു പറഞ്ഞോ എന്റെ തനി സ്വഭാവം അറിയും. മനസ്സിലായ? ഹലോ, എടി നീ അറിഞ്ഞ? എന്തറിഞ്ഞാന്ന്? എടി നമ്മുടെ ആരോമലില്ലേ, ആരോമലിന്റെ പെണ്ണ് ഇവിടെ വെള്ളം അടിച്ചിട്ട് ഭയങ്കര വിഷയമെന്ന്. കല്യാണ പെണ്ണാ? അയ്യോ, എന്നിട്ട്? നീ ഇതാരോടും പറയാൻ നിക്കണ്ടേട്ടാ. ഓക്കെ, എന്നാ വെച്ചോ. പെണ്ണുങ്ങളോട് ഇങ്ങനെ പറഞ്ഞാലേ 10 പേരെടുത്ത് കൂടുതൽ പറയത്തുള്ളൂ. ഇനി അടുത്താരാ? സീഡ് സുധ എടുത്ത് പറഞ്ഞാൽ കുറച്ച് പേരോട് അറിയും. അല്ലേ വേണ്ട, ഗ്രൂപ്പിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ആൾക്കാരും അറിഞ്ഞോളൂ. പ്രിയ ഗ്രൂപ്പിലെ അംഗങ്ങളെ, വാളം വെച്ചു. ഇനിയുള്ള സംഭവങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ അപ്പപ്പോൾ വോയിസ് ആയിട്ടിടാം. അപ്പോൾ എല്ലാവരും അത് കേട്ടിട്ട് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഗുഡ് നൈറ്റ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ? പട്ടി മോര് ആർക്കാ? അമ്പിളിക്ക് കൊടുക്കണ്ടേ? ഈ ഒരെണ്ണം കൊടുത്ത് എന്റെ ക്ഷീണം അവിടെ മാറിയിട്ടില്ല. നീ എത്ര വെച്ചിട്ടുണ്ടായിരുന്നാലും ശരി പറയും. നിന്റെ കുഞ്ഞമ്മര മോനില്ലേ ഒരു വെട്ടുള്ള സ്വഭാവത്തിന് കൊടുത്തുള്ളത് ചാവാഞ്ഞ് നിന്റെ ഭാഗ്യം. മനസ്സിലായ? നീ അമ്പിളിക്ക് ഒരു ഫുൾ ഗ്ലാസ് ഒഴിച്ചെടുത്താ? കൈ നിറച്ചു ഒഴിച്ചപ്പം ഏതാണ്ട് ഫുൾ ഗ്ലാസ് വരെ നിന്റെ കൈ ഉറച്ച് ഏതാണ്ട്. ഞാൻ തന്നെ തെറ്റിയത് എൻ്റെ അടുത്ത്. ഒരു കല്യാണമല്ലേ കഴിച്ചോളൂ. കൊടുത്താണ്ടല്ല ഇവൻ കുടിക്കുന്ന പോലെ കട്ടൻ ചായ കുടിക്കുന്ന പോലെ എല്ലാവരും കുടിക്കുന്നവന്റെ ധാരണ തരാട്ടാ എനിക്ക്. സൂപ്പറായിട്ടുണ്ട്. വാ. ഉണ്ണി, ഞാൻ വരാറായോ? വരാറായിട്ടില്ല. വരാറാകുമ്പോ ഞാൻ പറയാം. ഊട്ടിയിലാ പോയെ. എങ്ങാണ്ട് ടൂർ പോയ കഥ പറഞ്ഞോണ്ടിരിക്കുക. ടൂർ അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ തന്നെ ഒരു ഭയങ്കര മഞ്ഞുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തോടു കൂടി ഇങ്ങനെ നടന്ന് ആ ഒരു പുഴയുടെ അടുത്തെത്തി. പുഴയിൽ ഒരു ബോട്ടുണ്ടായിരുന്നു. ആ ബോട്ടിൽ കയറി ഞങ്ങൾ ചവിട്ടി. ഞാനൊരു കാര്യം ഓപ്പണായിട്ട് ചോദിച്ചാൽ പ്രശ്നമില്ലല്ലോ? ഇല്ല. വേറെ ഒന്നുമല്ല, ഓരോ ആളുകൾക്കും ഓരോ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളൊക്കെ ആണല്ലോ. അപ്പം അമ്പിളിക്ക് അതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് ഡീൽ ചെയ്തോളാം. ഏയ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഓക്കെയാണ്. ആണോ? എനിക്ക് നാണം തന്നെ. അമ്പിളിക്ക് വരുന്നുണ്ടോ? നൈസ് സ്മൈൽ. എന്റെ മോളെ നീ കുറെ നേരമായല്ലോ ചവിട്ടാൻ തുടങ്ങിട്ട്. ഉണ്ടായ കാര്യം പറ. ബോട്ട് ചവിട്ടി പുഴയുടെ നടുക്ക് ചെന്നപ്പോ അല്ല ഞാൻ ചോദിച്ചു, ചെന്നപ്പോ അവരെനിക്ക് തന്നു. എന്ത്? ഊട്ടിപ്പൂവാ? അതെന്ത് പൂ? ഹെലിക്രിസം പ്രാക്ടീറ്റാ. എന്റെ ദൈവമേ. ആരോലെ നീ അവളെ റൂമിലേക്ക് കൊണ്ടുപോയേ. അവള് കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ. ബാവളി, നിന്റെ കല്യാണത്തിന് ആരെ വിളിച്ചില്ലേലും നീ എന്നെ വിളിക്കണം. ഒരു കുപ്പി എടുക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം തീർന്നു. എന്റെ പൊന്നിട്ട് നീ കാണിക്കണം. നീ എന്നെ കൊണ്ടാൻ കൊണ്ട് നടക്കണം. മനസ്സിലായി? ഞാൻ ഇവിടുത്തെ പ്രശ്നം ഒന്ന് ഓർക്കട്ടെ.
ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ നീ വിട്ടോ ശരി. ഓക്കേ? ആരാണ് പത്രക്കാരൻ്റെ കൊച്ചിന് കണ്ണു കൊടുത്തേ? ഇനി കുഴപ്പമില്ല, ഞാൻ ആരാണ് കൊച്ചിന് സംസാരിക്കാം. കണ്ണു കൊടുത്തേ? അമ്മ ഞാൻ അവിടെ ഇങ്ങനെ ചെന്നിരിക്കുക. എന്നെ കൊച്ചിരിക്കണോ അമ്മാവന്റെ ചിച്ചിരി ചുണ്ടി എന്റെ കൊച്ചിനെ എന്നെ കൊച്ചിനാണ് കണ്ണു കൊടുത്തേ? നിങ്ങളാണ് എന്നെ കൊച്ചിനെ കണ്ണു കൊടുത്തേ? ആരാണ് എന്നെ കൊച്ചിനെ കണ്ണു കൊടുത്തേ? നീയാണ് കണ്ണു കൊടുത്തേ? ഇയാൾക്കിതെന്താ? എന്തൊരു നാറ്റോ. മോൻ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താലോ? ഇല്ല അല്ല എന്തെങ്കിലും കലക്കി കൊടുത്തോ കൊച്ചിന്? ഇല്ല. എന്തെങ്കിലും അമ്മാവാ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാം. അല്ലെങ്കിൽ തന്നെ കൊച്ചു വിഷമിച്ചിരിക്കുകയാണ് വെറുതെ കള്ളുടിച്ചിട്ട്. നിങ്ങളിങ്ങനെ നടന്നോ? വെറുതെ കള്ളുടിച്ചിട്ട്. നിങ്ങളിങ്ങനെ എല്ലായിടത്തും തള്ളി നടന്നോ? അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? നിങ്ങളുടെ കൊച്ചിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? ഞാൻ ഈ കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞാ അളിയനെ ആരെങ്കിലും വിളിച്ചോ? എന്തായി? കൊച്ചിനെ അയ്യോ ഒന്നുമില്ലെന്നേ, ഒരു പ്രശ്നമില്ലെന്നേ. പിള്ളേർക്കേ ഇവിടെ കുടിക്കാൻ കുറച്ച് ആൽക്കോൾ വെച്ചു, മോൾ അത് അറിയാതെ എടുത്ത് കുടിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ 3 നേരം ആൽക്കോൾ ആണല്ലോ നിങ്ങളുടെ പിള്ളേര് കഴിക്കുന്നത്. എന്താ നിനക്ക് വേണ്ടത്? ശരിയാവുന്നു. എന്താ നിനക്ക് വേണ്ടത്? സുജിത്ത് വാസുനെ കാണണം. എന്താ? എനിക്ക് സുജിത്ത് വാസുനെ കാണണം അച്ഛാ, ഇപ്പൊ തന്നെ കാണണം. എന്താ മോളെ നീ പറയുന്നത്? ആരാ നീ? കറക്റ്റ് ടൈമിൽ സെൽഫ് എടുക്കണല്ല. കീ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അച്ഛാ ഇവരോട് ഞാൻ വണ്ടി എടുക്കും. നമ്മുടെ പെങ്ങളുടെ പേരിലുള്ള വണ്ടിയാണ്, സൂക്ഷിച്ചൊക്കെ ഓടിക്കണോട്ടാ. മതി മതി. ഓണാക്കടാ. ഇതിനി മുന്നോട്ട് പോകാൻ തോന്നില്ല ഏട്ടാ, ചാവി കയറുന്നില്ല. നീ വന്നിട്ടെ. കണ്ടാ കേറുന്നില്ല. കള്ളുടിച്ചോണ്ടാ നീ? ഏയ് കള്ളുടിച്ചില്ലേ? കുറച്ച് ബീർ കഴിച്ചിട്ടുണ്ട്, കുറച്ചുള്ളൂ. എന്തോരം? ഉല്ലാസാ? 2 രൂപ? 3 രൂപ? നോണ പറഞ്ഞ നാട്ടക്കാവൻ. ഓടാ സജീവ കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടാ ഈ പഞ്ചായത്തില്? ദേവന്നല്ലോ പറ്റിയ ആള്. മനോജേട്ടനാ, ഇയാൾക്ക് രാത്രി തേങ്ങ മോഷണമുണ്ടോ? ലേറ്റായി കളിയാ. നീ കറക്റ്റ് ടൈമിൽ വന്നിട്ട്. ഇതെന്തായാലും ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നത്? നീ അത് കണ്ടിട്ടെ, നമുക്ക് അമ്പിളി വീട് വരുന്ന പോണം. ഓ മനോജേ, നീ എപ്പോ വരാന്നോട്ട് പോയേ? ചെന്തെങ്ങിന്റെ കൊല കിട്ടേണ്ട കളിയാ. നിന്റെ അവിടേക്ക് ഇതാ ചെന്നക്ക് ആ നീ വണ്ടി എടുത്തേ. ഓ വന്നേ, ആ സൈക്കിൾ നടത്ത് മാറ്റി വെച്ച് കേറ്. പിടിക്കടാ, ബാക്കി പിടിക്കും. എന്റെ പുത്തങ്കാവിലമ്മേ. എങ്ങനെയാ, ഡെയിലി അടിയുണ്ടോ? ആ പലപ്പോഴും. ഇത് നല്ല പവറുള്ള സാധനമാണെന്ന് തോന്നണ്ടല്ലേ? എടാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരൊറ്റ പെക്കടിച്ചു കഴിഞ്ഞാൽ ഒരു 2-2.5 പെക്കടിക്കുന്നതിന്റെ ഒരു എഫക്റ്റാ.
പെട്ടെന്ന് അയ്യോ വരുന്നടുത്ത് മാറണം. 3 4 ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ കിടക്കും. ദേ അളിയൻ അളിയൻ അളിയൻ. സാഗറേ അളിയൻ ഞാനിത് ലൂബിക്കൊക്കെ ആയിട്ട് വന്നിരിക്കുക. നമുക്ക് അടിക്കണ്ടേ? എന്തുട്ട് സാധനം നീ കൊണ്ടേ? അടിപൊളിയായിരുന്നല്ലേ? ഈ കല്യാണം വീട്ടിലെ സമാധാനങ്ങൾ എന്തിനാ? എപ്പോ? അതിന്റെ പ്രശ്നം തീർക്കാൻ ഞങ്ങൾ പോണേ. അത് കഴിഞ്ഞിട്ട് നിന്നെ ഒന്ന് കണ്ടിട്ടാ. അന്ന് അളിയൻ പോയിട്ട് വന്നിട്ട് നമുക്ക് അടിക്കാം. അടിക്കണല്ലേ? അളിയ വാളിയ ഇപ്പൊ തന്നെ സമയം ആ കുടുംബം ഉണ്ടാക്കണോട്ടാ. ശ്രദ്ധിച്ചോ നീ. വാളിയ നീ വീട്ടിലേക്ക് ഞങ്ങൾ പോയിട്ട് അല്ല ഞാൻ വരണ്ടേ? അങ്ങോട്ട് മാറണം. അല്ല ഞാൻ ബാക്കി കയറാം. സജീവേട്ടാ നിങ്ങളെ തേങ്ങ എടുത്ത് ചമ്മന്തി അടിച്ചോ. നമുക്ക് രാവിലെ സജീവ എന്താ പ്രശ്നം? നീ കൊണ്ടുവന്ന സാധനം തന്നെ കൊള്ളാട്ടാ. ഷോ ട്രിപ്പ് മിസ്സായല്ലോ. ഇനി സിംഗറിന്റെ കരിക്കും കൂട്ടി പറഞ്ഞ അടിക്കാം. അവന്മാരെ സാധനം അടിച്ച് തീർത്തെന്ന് തോന്നും. അതാണ് ഈ പ്രശ്നമല്ല. വീര്യം കൂടിയ സാധനം അടിച്ച് എല്ലാവർക്കും വട്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതും തീർന്നല്ലേ? എന്റെ പൊന്നേട്ടാ ഞാൻ ആ പിള്ളേരുടെ അടുത്ത് മര്യാദക്ക് അടിച്ചിട്ടിരുന്നല്ലേ. ഇപ്പൊ അതുമില്ല ഇതുമില്ല. ഇപ്പൊ വേറെ എങ്ങനെയാലും സംഘടിപ്പിക്കാനാ. പിന്നെ ഈ ക്രിസ്മസ് ആയിട്ട് ഇപ്പൊ എന്തുകൊണ്ട് സംഘടിപ്പിക്കാൻ? എവിടെ നിന്ന് കിട്ടാൻ? നീ ഒന്ന് അടങ്ങിക്കേ. നീ ഓസിന് മൂഞ്ഞാൻ വന്നവനല്ലേ? അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ. അല്ല. ആ ഈ ബിവറേജൊക്കെ എന്തിനാണോ രാത്രി 9 മണിയാകുമ്പോൾ അടയ്ക്കുന്നത്? എന്താ അമ്മയുടെ പ്രശ്നം? അമ്മയിട്ട് പ്രശ്നമൊക്കെ ഞാൻ പറയാ. 3.5 മിനിറ്റ് അല്ലേ പറ്റിച്ച്. പിന്നെ വരുന്നില്ലേ? തലയിൽ കൂടി ചാടിക്കയറാൻ പറ്റും. ഇങ്ങോട്ട് ഇറങ്ങാണ്ട് പണ്ടാറും സെപ്റ്റിക്കായി കഴിഞ്ഞാൽ അവള് സുജിത്തോസിന് കെട്ടും. നീ വരുന്നുണ്ടോ? ആ ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട. എന്ത് പ്രശ്നം? ഒരു കുഴപ്പമില്ല. അമ്മ അതല്ല, നമ്മൾ അവിടെ ചെന്നിട്ട് ഇവൾ അവനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വേണ്ട വരണ്ടാന്നേ. അപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവല്ലോ. നമ്മളെ അവളെ വീട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് തിരിച്ചു പോരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആരോമലിന്റെ കാര്യം ആലോചിക്കണ്ടേ? എടി വേറെ ഒരുത്തനെ മനസ്സിലുകൊണ്ട് നടക്കുന്ന ഒരുത്തിയുടെ കൂടെയാണോ എന്റെ മോൻ ഇനി ജീവിക്കേണ്ടത്? പറ. അതല്ല, എന്നാലും അതെ, എന്റെ മോനെ ഇവള് പോയ വേറെ പെണ്ണിനെ കിട്ടും. അത്രേ ഉള്ളൂ. അമ്മേ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ എനിക്ക് അവനെ തല്ലണം. അവൻ എന്നെ ചതിച്ചു. എടി കൊച്ചേ, നീ കൊറേ നേരെ ചതിച്ചു ചതിച്ചു എന്ന് പറയാൻ തുടങ്ങിയിട്ട്. അവളോള് സുജിത്ത് വാസു. അമ്മ വെറുതെ ബഹളം വെക്കാതെ ഒരു കാര്യം ചെയ്യും. വണ്ടി അങ്ങോട്ട് ഒതുക്ക്. വണ്ടി ഒതുക്കുന്നേ. ഒതുക്കമ്മേ വണ്ടി. അമ്പിളി, നീ കാര്യങ്ങൾ ഞങ്ങളോട് കൃത്യമായിട്ട് പറ. അവൻ ചതിച്ചു ഇവൻ ചതിച്ചു എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ എന്താ നടന്നേന്ന് പറ. പറയാം, പക്ഷെ ചിലപ്പോ പറഞ്ഞു തീരുമ്പോ ഒന്ന് നേരം വെളുക്കും. കുഴപ്പമുണ്ടോ? നീ ആ നടന്ന കാര്യം എന്താന്ന് മാത്രം ഒന്ന് ചുരുക്കി പറ. പറയാം. ഞങ്ങൾ ഇഷ്ടത്തിലായിട്ട് ഏകദേശം ഒരു 1-2 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. ഒരു ദിവസം അവൻ എന്നെ ഫോൺ ചെയ്തു. ആ പറ സുജി. എവിടെയത്? ഞാനേ ഇതിന്റെ വീടിന്റെ മുമ്പിലുണ്ട്. ഇവിടെയോ? നിന്റെ വീടിന്റെ ബാൽക്കണി ഇതന്നല്ലേ? അയ്യോ, പതുക്കെ വന്നാ മതി. എവിടെ എവിടെ? അയ്യോ എടാ, എന്തെവിടെ? ആൾക്കാരും എല്ലാം കാണും. ഒന്ന് പോ. പെട്ടെന്ന് താഴേക്ക് വാ, സംസാരിച്ചിട്ട് പോവാ. എടാ, വീട്ടുകാരൊന്നും ഉറങ്ങിയിട്ടില്ല. നീ എന്താ പരിപാടിയെ കാണിക്കുന്നേ? ഇത്ര പേരെ വന്നല്ലേ, ഒന്ന് സംസാരിച്ചിട്ട് പോവാ. താഴേക്ക് പാടോ. എന്തിനാ? ഒന്ന് വാടോ. ഞാൻ അവിടെ പുറകിലുണ്ടാവും. നീ അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ വെയിറ്റ് ചെയ്യേ. ഞാൻ പയ്യെ പയ്യെ അടുക്കള വാതില് വഴി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ വീടിന്റെ പുറകിലൊരു ചായപ്പില്ലേ, കണ്ടിട്ടില്ലേ ചായപ്പ്? അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി. എന്താ? എടാ, ആരെയും കാണും. സംസാരിക്കാം. എടാ വേണ്ട, ഇവിടെ ആൾക്കാർ കാണും.
എടാ എന്താണ് അച്ഛനമ്മയൊന്നും ഉറങ്ങിയിട്ടില്ല, എവിടുന്ന് വേഗം പോണം. ഇവിടെ ഇനി ആരും വരാനൊന്നും പോകുന്നില്ല. എടാ കാര്യം പറ നീ. കാര്യം എന്തൊന്നും അറിയാത്ത പോലെ. ഹലോ, താൻ വരില്ലാന്ന് ഞാൻ വിചാരിച്ചത്. അതെനിക്ക് ധൈര്യമൊക്കെ ഉണ്ട്. എന്നോട് എത്ര കാലമായിട്ട് ഞാൻ റൂം വയ്ക്കണേ. എടാ എന്തൊരു ശബ്ദം കേട്ടില്ലേ നീ? കണ്ടില്ല നീ. ഏയ് അവിടെ നിന്ന് ആരുമില്ല. സുജിത്ത് എനിക്ക് പേടിയാവുന്നു. ഞാൻ പോയി നോക്കാം. അയ്യോ പോലെ എനിക്ക് പേടിയാവുന്നു. കുഴപ്പമില്ലടി, ഞാൻ നോക്കാം. എന്റെ കാര്യം എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. കാണില്ലോ നിങ്ങൾ കൊള്ളാണ് ഈ പറയണേ. ചേട്ടാ ഇവിടെ ആരോ ഉണ്ട്, ഞാൻ കണ്ടതാ, നോക്ക്. ഇതാണ് പരിപാടി അല്ലേ? ഒന്ന് വേഗം വാ. എന്തൊരു ബഹളം കേട്ട്? ഞാനും കേട്ടു. അല്ല നീ എന്താ ഇവിടെ? ഞാനും ബഹളം കേട്ടു. നമുക്ക് പോയിട്ട് നോക്കിട്ട് വരാം. വാ അളിയാപ്പോ വണ്ടി അതവിടെ ഇരിക്കട്ടെ. വാ. തന്നപ്പടി വരുന്നുണ്ടല്ലോ. എല്ലാവരും ഉണ്ടോ? ഇപ്പൊ അതിരാത്രി നേരത്തെ ഈ വെള്ളം എടുത്ത് ഒരുത്താൻ ഇറങ്ങി ഓടിട്ടുള്ളൂ. ഇപ്പൊ സുധേട്ടോ എല്ലാം അറിയുന്നുണ്ടാ? ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടില്ല, എനിക്കൊരു സംശയം. നിന്നോട് ആരെങ്കിലും ഈ മുറിയിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോടി? കണ്ടാ പറയാൻ എന്താ നിന്നെ നാക്കിറങ്ങിപ്പോയോ? അന്ന് അവിടെ കൂടിയ നാട്ടുകാരുടെ കൂട്ടത്തിൽ അവനെ കണ്ടത് അതെനിക്കൊരു ഷോക്കായിരുന്നു. അവനൊന്നും മിണ്ടാതെ ഒന്നും അറിയാത്തവനെ പോലെ അവിടെ നിന്ന് പോയി. അവൻ പോയി അങ്ങ് ദൂരെ പോയി. ഇതുപോലൊരു ഊളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മിണ്ടി നിന്റെ വാലിയ തുണി തിരിക്കും. ആ അപ്പനൊക്കെ വന്നാ ചോദിക്കണം. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. ട്രിപ്പാണെങ്കിൽ ആലപ്പുഴ പോകാൻ പറ, ഫുള്ള് വെള്ളമല്ലേ. ശരി എന്നാ. കേൾക്കുന്നില്ല. ന്യൂ ഇയറിന് പോകാനാണെങ്കിൽ വർക്കല പൊളിയാണ്. വർക്കലേക്ക് വേണോ വാർക്കപ്പടിക്ക് വേണോ ഞാൻ തീരുമാനിച്ചോളാം. മരിക്കാണെങ്കിൽ സാറേ വണ്ടി നോക്കിയേ, എന്തൊരു പ്രശ്നം. ചേച്ചി സാറാണ് കോൾ ലിസ്റ്റ് നോക്കിയോ സാറേ? ഞാൻ വിളിച്ചിട്ടില്ല. പേരെന്താ? എന്റെ പേര് ഉമേഷ്. ലേഡീസ് മാത്രമേ ഉള്ളൂ. താമകോ രാജലക്ഷ്മി ഡ്രൈവിംഗ് സ്കൂൾ. ഇതാര്? എന്നെ മനസ്സിലായോ? അതൊന്നും പറഞ്ഞേ, ആരാന്നൊന്നും പറഞ്ഞേ. എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. പ്രായപ്പോ ഓർമ്മയൊക്കെ പോയി തുടങ്ങിയില്ലേ? ഞാൻ കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട് അവിടെ, ബെന്നി, 2012. മനസ്സിലായി. നീയോ? അയ്യോ, നിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? നീ പോലീസിലാ? പോലീസിലേക്ക്. ഇത് എങ്ങോട്ട് രാത്രിയിലായിരുന്നു? ഇന്ന് എന്റെ മോന്റെ കല്യാണായിരുന്നു. ഇതെന്റെ മരുമോളാ. രാത്രി ആയിപ്പോ അമ്മയെ കാണുന്നു. അയ്യോ പാവം. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. എങ്ങോട്ടാ സ്ഥലം? എവിടെയാ? വൈപ്പിൻ ഭാഗത്തേക്കാ. നിങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് പോണേ? ഈ കുട്ടിയുടെ അമ്മയുടെ ഇങ്ങോട്ട്. അയ്യോ, അവൾ നമുക്ക് തീരെ വയ്യ. രാത്രി യാത്രയൊന്നും പറ്റില്ല, അതാ. എന്താ ടീച്ചർ, വണ്ടിക്കൊരു മാറ്റമില്ലല്ലോ. ഇവന് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഞാൻ പെട്ട പാട്. 2 തവണ ടെസ്റ്റ് എടുത്തിട്ടാ ഇവൻ പാസ്സായത് തന്നെ. സ്റ്റിയറിംഗുമ്മ കൈ പിടിച്ച അപ്പ തുടങ്ങും കൈവറ. ഓ, ഇവനെ പോലെ ഒരു മരക്കഴങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടില്ല. ടീച്ചർ, ഞാനിപ്പോ ഒരു എസ് ആണ്. എന്തിനാ വെറുതെ ഇതൊക്കെ പറഞ്ഞോടെ? പണ്ടിവന് ചിറ്റേപ്പാടത്തെ വഴി കൂടെ വണ്ടി ഓടിച്ചു പോകുമ്പേ ഓപ്പോസിറ്റ് ഒരു ലോറി വന്നു. അപ്പം തുടങ്ങിയത് അവന്റെ കൈവറ. വണ്ടി അടുത്തേക്ക് വന്നപ്പോ ഉണ്ടല്ലോ, ഇവൻ സ്റ്റിയറിംഗ് ഒരൊറ്റ വെട്ടിക്കല. വണ്ടി നേരെ കണ്ടത്തില്ല.
അന്ന് അവരവിടെ പറഞ്ഞ തെറി എന്റെ ജീവിതത്തിൽ ഞാൻ മറന്നിട്ടില്ല. അല്ലടാ. ടീച്ചർ ഒന്ന് ഊതി, ഒന്ന് ഊതിക്ക്. ഊതി ടീച്ചറെ. അത് ശരി, ടീച്ചർ രണ്ടര കീച്ചുണ്ടല്ലേ? ഞാൻ അത് അല്ല ബെന്നി, അല്ല സാറേ, ആ വളവ് വരെ എന്റെ മോളാ ഓടിച്ചത്. ഞാനത് ഇപ്പൊ കേറിയതേ ഉള്ളൂ. ആ ശരി, ടീച്ചറോട് മാറിയെന്നേ. ഒന്ന് ഊതി. ടീച്ചറേ, മെഷീൻ കേടാണ് സാറേ. കേടാ, വെള്ളം അടിക്കണേ ശരീരത്തിന് കേടാ. പ്രശ്നമാണല്ലോ ടീച്ചറെ. ഇതിപ്പോ 10,000 20,000 കിട്ടേണ്ടി വരും. അല്ല അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മോനെ ബെന്നി, അല്ല ബെന്നി സാറേ, ഞാൻ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ടീച്ചറല്ലേ, ഒറ്റ തവണ പരിഗണിച്ചൂടെ? അതൊന്നും നടപടിയാവണ കേസല്ലെന്നേ. നീയും വിട്ട് ഒരു പരിപാടിയില്ല, ബന്ധം സ്വന്തം നോക്കാൻ പറ്റുന്നില്ല. പഴയ പേടുത്തോണ്ട് ബെന്നിയൊന്നല്ല ഞാൻ. ഈ കാക്കി ദേഹത്ത് കയറിയപ്പോ ഞാൻ ഇങ്ങനെയാ. കിട്ടി. ഇതേതാ സ്ഥലം മനോജേട്ടാ? ഞാനും അതാ ഇപ്പൊ നോക്കുന്നേ. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു വഴി തെറ്റിയോന്ന്. അമലു, ഗൂഗിൾ മാപ്പ് എന്താ പറയുന്നേ? മാപ്പ് പറഞ്ഞു നേരെ പോവാൻ. നോക്കിയേ, ഉങ്ങളിയാ സ്ഥലത്തിയാ? ഏതോ സ്ഥലത്തി റോഡോട് പോയി മനോജേട്ടാ. സത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ. അയ്യോ, എന്തുട്ടുണ്ടായി? അമ്പിളിയുടെ വീട് പുഴ എടുത്ത് പോയാ? ഈ ജീപ്പിന് ഒരു വാതിലൂടെ വേണം. ബുദ്ധിമുട്ടാണല്ലോ. എന്റെ മനോജ്, എപ്പ വണ്ടി ഓടിച്ചാൽ നീ പരാജയല്ല. എന്റെ അളിയെ എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ഈ ഗൂഗിൾ മാപ്പ് നോക്കിയില്ലേ വണ്ടി ഓടിച്ചേ. എന്നിട്ട് ഗൂഗിൾ മാപ്പ് എന്താ പറയണേ? ഗൂഗിൾ മാപ്പ് പറഞ്ഞ് നേരെ പോയാ മുങ്ങിച്ചാവും. ഇങ്ങട്ടാ ആ അളിയ ഒരു ഐഡി പറയട്ടെ. പറ. ഞാൻ മൂത്രച്ചിട്ട് ആർക്കാണ്ട് വേഗം വന്നോട്ടാ. 100%. നീ ആദ്യം വഴി കണ്ടു പിടിക്കും. ഒരു വഞ്ചി കിട്ടോ? സാധനം ഇരിപ്പുണ്ട് അടിക്കാൻ. അവിടെ ചോദിക്കും. ആരോമല സാധനം ഇരിപ്പ്. എന്റെ തലമുണ്ടൻ കിട്ടിയില്ലേ? ഇവിടെ മൊത്തം വരുന്നല്ല. എന്റെ മോന്തമ്മ മൂത്ര വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടാവണേ, മനസ്സിലായ? ഉണ്ണിയുടെ ശബ്ദമല്ലേ കേൾക്കണത്? പുള്ളി ആരോട്ട് തോട്ടി പിടിച്ചെന്ന് തോന്നണട്ടാ. സോറി. രാത്രി 8 ആരളിയന്മാര്? ആ എനിക്കറിയില്ലേ. ഉണ്ണികളെ എന്തിനാ അവരോട് സോറി പറഞ്ഞേ? അതാ ഉറങ്ങണ ആളുടെ മോന്തം മൂത്ര വെച്ച് സ്വന്തം അച്ഛനേലും തല്ലില്ലേ? പിള്ളേരുണ്ടാ വിട്ടെ, നമുക്ക് മൂത്രമൊഴിക്കേ. ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ആ ചെക്കന്റെ തലേ തന്നെ നിനക്ക് മൂത്രമൊഴിക്കണോ അല്ലേ? മൂത്രമൊഴിക്കാൻ വേണ്ടിട്ട് കണ്ണ് കണ്ട് പോയതാളിയാണ്. അളി ലോക്കൽസ് സേഫ് അല്ല, വേം വിടാം. ഈ ലോക്കൽസിനെ കുറെ കണ്ടുള്ളടാ ഈ ഉണ്ണി. നീ കയറി വേണ്ടി. ഞാൻ കയറിയിട്ട് പറയാം. കേറ്. എല്ലാരോടും അവിടെ കിടന്നല്ലാതെ ഇതുവഴി വന്നൂടെ? സ്ട്രൈറ്റ് ഞാൻ ഈ വാസുവിന്റെ അടുത്തോട്ട്. മൂത്രമൊഴിക്കാൻ പോലും ഇനി വണ്ടി എടുത്തൂലട്ടാ. വണ്ടി എടുത്തോ. പോവാ. പ്രാർത്ഥിച്ചിട്ട് മതി. അതല്ല, അജിമോളുടെ കീ കാണാനില്ല. ആ പോക്കറ്റിലങ്ങനെ നോക്ക്. ഇല്ലെന്നേ. നിലത്തുണ്ടാവും. പോയി കാണോ? ഇതെന്തോ വാറ്റാണെന്ന് തോന്നണേ സാർ. ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കൂ ബെന്നി സാറേ, പ്ലീസ്.
ടീച്ചറെ റീഡിങ് എടുത്ത് കഴിഞ്ഞാൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. പിന്നെ മെഡിക്കൽ എടുക്കണം, 2 ജാമ്യക്കാർ വേണം. ചില്ലറ കാര്യമൊന്നുമല്ലത്. ഓ ഇനി ആവർത്തിക്കില്ല സർ. ശരിക്കും സംഗതി ഞാൻ വിട്ടുതരാം. പക്ഷെ നാളെ രാവിലെ സ്റ്റേഷനിൽ വരണം. മെഡിക്കലിൽ നടക്കുന്നതാണല്ല. പക്ഷെ കേസ് അറിഞ്ഞേ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, ഈ കൂട്ടത്തിൽ കുടിക്കാത്ത ആരെല്ലാം ഉണ്ടാ ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടാകാൻ സമ്മതിക്കാം, ഇല്ലെങ്കിൽ ഒരു പേരോട് നടക്കൂലോ. ശ്രീകുട്ടി ഇങ്ങോട്ട് വാ, വേഗം വാ. ഒന്ന് പാടി. ഇവള് കുടിക്കില്ല. ആണോ? നോക്കട്ടെ, ഒന്ന് നോക്കി. ഹോ, സമാധാനം. കൂട്ടത്തിൽ കുടിക്കാത്ത ഒരാളെങ്കിലും ഉണ്ടല്ലോ. ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ശരി, നീ അവരെയും കൂട്ടി പോകുന്നുണ്ട്. വണ്ടിയിലേക്ക് പോ. മരുമോളം കൊണ്ട് പൊക്കോ. വലിയ ഉപകാരമുണ്ട് സാറേ. ശരി ചെല്ലി. വാ, നീ വണ്ടി എടുത്തോട്ടാ. ഞാൻ തന്നെ ഓടിക്കണോ? പിന്നെ അല്ലാണ്ട് ഇവിടുന്ന് പോണ്ടേ? വേണോ? വേഗം സ്റ്റാർട്ട് ചെയ്യാൻ. ചവിട്ടിപ്പിടിക്ക്, ബ്രേക്കിൽ കാല്. മോളെ ഫസ്റ്റിലിട്. ആ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്. ഇനി ഫസ്റ്റിലിട്ട് നേരെ ഫസ്റ്റിലിട്ടു. എടുത്തോ എടുത്തോ. ഇവരുടെ പോക്കാനായിട്ട് വൈപ്പിനെത്തുമ്പോഴേക്ക് ന്യൂ ഇയർ കഴിയും. മോളെ ഓക്കെ അല്ലേ? എന്നാ മോളെ വണ്ടി കയറിക്കോ. വാ. ഡി നീ അങ്ങോട്ടാ പോന്നേ? വണ്ടി എടുക്കാൻ. ഓടിച്ചതൊക്കെ മതി. നിന്നെയൊക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച എന്നെ വേണ പറയാം. പോടി അങ്ങോട്ട്. പിന്നെ ഞാനില്ല കാണായിരുന്നു. അതെ, അന്ന് അവൻ പോയിട്ട് പിന്നെ നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ? ആര്? സുജിത്തിനെയോ? കണ്ടു. എടാ ഞാൻ പോവാ, ബൈ. എന്റെ മുമ്പിൽ നിന്നൊന്ന് പൊക്കെ. ഞാൻ എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. എടാ ഞാൻ പറയുന്നു കേക്ക്. ഒരു പെണ്ണും പൊറുക്കത്തേറ്റാണ് ഞാൻ എന്നോട് ചെയ്തത്. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം, പക്ഷെ എന്നെ വേണ്ടെന്ന് മാത്രം പറയരുത്. ഞാനിപ്പോ നാട്ടുകാരുടെ വീട്ടുകാരുടെ മുമ്പിലൊക്കെ ആരാ? രാത്രി സമയത്ത് ഏതൊരുത്തരെ വീട്ടിൽ വിളിച്ച് കയറ്റി പെണ്ണ്. അതിനെന്ത് മറുപടി നിനക്ക് പറയാനുള്ളേ? എടോ, ഒന്ന് നാട്ടുകാരൊക്കെ കൂടിയപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്നോ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. സത്യം പറഞ്ഞ പേടിച്ചിട്ടാ. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഇത്രയൊക്കെ ചെയ്ത് നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? അതുകൂടെ പറഞ്ഞതാ. തെറ്റെന്റെ ഭാഗത്താ. വേണേ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാം, എന്ത് വേണം ചെയ്യാം. പക്ഷെ എന്നോട് ഒഴിഞ്ഞു പോകാൻ മാത്രം നീ പറയരുത്. ഇത് പറയാൻ വേണ്ടി ഞാൻ 6 ദിവസം നിന്റെ പുറകെ നടക്കുന്നു. എന്നാ നീ എന്റെ വീട്ടിൽ വന്ന് സംസാരിക്കേ. മോളെ ഒരു 2 ദിവസം സമയം താ. എൻ്റെ വീട്ടിലെ അവസ്ഥ അറിയില്ല എനിക്ക്. ഞാൻ എന്തായാലും വന്ന് പറയും. എടോ, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റൂല. ആ സമയത്തൊക്കെ ആകെ പ്രശ്നമായിരുന്നു. പുറത്തിറങ്ങിയ നാട്ടുകാരുടെ കളിയാക്കലും ചിരിയും. അതിനപ്പുറമായിരുന്നു വീട്ടിലെ സ്ഥിതി. എന്നെ കണ്ണിന് നേരാണ്ട് അമ്മ അപ്പൊ തുടങ്ങും കുത്തുവാക്കും ചീത്തകളും. വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. ഇനി നാട്ടുകാർ എന്തറിയാനാ ബാക്കിയുള്ളേ? ഡീ ഒന്നവിടെ നിന്നേ. നീ മാത്രമല്ല, ഇവളൂടെ ഉണ്ട് ഇവിടെ. ഇവളുടെ ഭാവിയും കൂടെ നോക്കണം ഞങ്ങൾക്ക്. അന്നേരം തന്നെ ഇറങ്ങി ഓടിയില്ലേ? ഇനി ആ മറ്റവനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോഴും നീ ജീവിക്കുന്നെങ്കിലേ, എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. അവൻ ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയണ്ട. ബീനമേമ ഒരു ആലോചന കൊണ്ട് വന്നിട്ടുണ്ട്. നാളെ പെണ്ണ് കാണാൻ വരും അവര്. നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെ അവര് വരുന്നേ. നിനക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ശരി, ഞങ്ങൾ അത് നടത്തും. നോക്കിക്കോ. പിന്നെ മതി മതി, മോള് ചെല്ലു, നമുക്ക് പിന്നെ സംസാരിക്കാം. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? നാട്ടുകാർ പറയുന്നത് നിങ്ങളും കേൾക്കുന്നേ. നീ ഒന്ന് അടങ്ങ്, ഞാൻ സംസാരിച്ചോളാം. ഹലോ ഹലോ, പറടോ. നാളെ എന്നെ ഒരാൾ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അവരിത് എന്തായാലും നടത്തും. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വരട്ടെ, പെണ്ണുണ്ട് പോട്ടെ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. നീ എന്തൊരു നിസ്സാരമായിട്ട് ഇത് പറയുന്നേ? എന്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്ക് നന്നായി അറിയാം മോളെ. അറിയണ്ടല്ലേ ഈ പറയണേ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല, അതിനാര് വന്നാലും. എന്നാ പറ, എന്താ ഞാൻ ചെയ്യണ്ടേ? നമുക്ക് ബാംഗ്ലൂർക്ക് എങ്ങനെ പോയാലോ? അവിടെ പോയി കല്യാണം രജിസ്റ്റർ ചെയ്യാം. ഒരു 1.5 മാസം കഴിയുമ്പോൾ വീട്ടുകാരെ നമ്മളെ തിരിച്ചു വിളിക്കും. ഇതല്ലാതെ എനിക്ക് വേറെ വഴിയൊന്നും അറിയില്ല.
നിനക്കറിയാലോ, ജോലിയും കൂലിയില്ലാണ്ട് കല്യാണക്കാരൻ വീട്ടിൽ പറഞ്ഞുള്ള അവസ്ഥ. ബാംഗ്ലൂർ ആരാ ഉള്ളേ? നമ്മുടെ വിനോദില്ലേ, അവൻ ബാംഗ്ലൂരാ. തൽക്കാലമല്ല അവൻ അറേഞ്ച് ചെയ്യും. എനിക്കൊരു 4 ദിവസം കൂടി സമയം താ, ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കാം. എന്നിട്ട് 17-ാം തീയതി വൈകിട്ട് 3 മണിക്ക് ബാംഗ്ലൂർക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. അടിപൊളി. എനിക്ക് പതുക്കെ ഒരു ആശ്വാസമൊക്കെ തോന്നി തുടങ്ങി. ഈ നാട്ടിൽ നിന്ന് എങ്ങനെയും പോയാൽ മതി എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഒന്ന് സെറ്റാക്കിട്ട് പറ, വിളിക്കണേ. ഹലോ ഹലോ, എവിടെയത്? എത്ര ദിവസമായിട്ട് ഞാൻ വിളിക്കുക. ഞാൻ ഒടുക്കത്തെ ഓട്ടത്തിലായിരുന്നു മോളെ, കാശ് ഒപ്പിക്കാനായിട്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. വെക്കല്ലേ. എന്താ കാര്യം? ഞാൻ 2 ദിവസമായിട്ട് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. എൻ്റെ മോള് മറ്റൊന്ന് പോകുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ. നീ ആണെങ്കിലും ഒന്നും പറയുന്നുമില്ല. അങ്ങനെ സീനൊന്നുമില്ല. അവിടെ ചെന്ന താമസം പ്രശ്നമൊക്കെ നോക്കണ്ടേ. ചിലപ്പോൾ 2 മാസം താമസിക്കേണ്ടി വന്നല്ലോ. അപ്പം അതിനുള്ള പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു ഞാൻ. ഇതാണോ പ്രശ്നം? ഇതൊക്കെ എന്നോട് പറഞ്ഞാൽ പോരെ? എന്താ കാണുന്ന പറഞ്ഞേ? ദേ, ഇത് വെച്ചോ. നീ ഇനി ഓടണ്ട. ഇത് വിറ്റോ പണയം വെച്ചോ പൈസ വാങ്ങ്. എന്താ മോളെ ഇത്? എന്തൊക്കെയാ കാണിക്കണേ? ഗോൾഡൊന്നും വേണ്ട, കുറച്ച് കഷ്ടപ്പെടാൻ സാറില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തോളാം. എവിടുന്ന് സെറ്റാക്കോന്നായി പറയുന്നേ? നമുക്ക് നാളെ പോണ്ടേ? എന്നാലും ഇത് വേണ്ട. അങ്ങനെ പറയല്ലേ. ഇത് കൊണ്ടുപോ പ്ലീസ്. എടോ, വേഗം പോ. അന്ന് പോയിട്ട് ഞാൻ അവനെ കുറേ വിളിച്ചു, കിട്ടിയില്ല. ഫോണാണെങ്കിൽ ഓഫും. എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി. ഞാൻ അവനെ വീട്ടിലും നാട്ടിലും ഒക്കെ അന്വേഷിച്ചു, അവിടെ എങ്ങും കണ്ടില്ല. എന്തോ സംശയം തോന്നി. ഞാൻ പുതിയൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി സുജിത്തിനെ സെർച്ച് ചെയ്തപ്പോൾ അവൻ നാട്ടിലെങ്ങും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. ആ നോറി നീ പിന്നെ കണ്ടില്ലേ? കണ്ടു. എന്ന്? ഇന്ന്. ഇന്നോ? അതെ, ഇന്ന്. ഇവിടെ പായസം കിട്ടിയില്ല ചേട്ടാ. ഇവിടെ ചേട്ടാ, പായസം കൊണ്ടുവാ. ഇത്രയ്ക്ക് തെണ്ടി എന്ന് പ്രേമിച്ച് നടന്നപ്പോ മനസ്സിലായില്ലേ മോളെ? ഇല്ല. പിന്നെ ഞാൻ അറിയുന്നത് ഇവന്റെ സ്ഥിരം പരിപാടിയായിരുന്നെന്ന്. ചേച്ചി, ഇതാണോ ആള്? ആ, കാണിച്ചേ. ഇവനൊന്ന് കണ്ടാ പോരാ, കൊടുക്കണം. നല്ല ചെവിക്കുറ്റി നോക്കി കൊടുക്കണം. വേണ്ടേ? വേണം. അവന്റെ ഒക്കെ കുടുംബത്തേരെ അടിക്കണം.